ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റിൽ ഒതുങ്ങിയതിനു പുറമെ വോട്ട് കണക്കിലും LDFന് വൻ തിരിച്ചടി. 110 നിയമസഭാ മണ്ഡലങ്ങളിൽ UDFനാണ് ലീഡ്. 11 BJP മുന്നിലെത്തി. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പ്രാഥമിക വിലയിരുത്തലിന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം മറ്റന്നാൾ ചേരും. അതേസമയം വലിയ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് UDF. തൃശൂരിൽ അക്കൗണ്ട് തുറന്നതും വോട്ട് വിഹിതത്തിൽ വൻ വർധനവുണ്ടാക്കാനായതിലും BJP ആത്മവിശ്വാസത്തിലാണ്. വിവരങ്ങളുമായി ഇപ്പോൾ ഷഫീദ് റാവുത്തറും MG പ്രതീഷും S ശ്രീകാന്തും ചേരുന്നുണ്ട്. ആദ്യം MG പ്രതീഷിലേക്കാണ്. പ്രതീഷ്, വലിയ വിജയം UDFനുണ്ട്. അപ്പോഴും തൃശൂരിലെ തോൽവി സംബന്ധിച്ച് ഇപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ കലഹം ആരംഭിച്ചിട്ടുണ്ട്. പോസ്റ്ററുകളടക്കം പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യമുണ്ട്. എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന കൂടിയാലോചനകൾ? എങ്ങനെയാണ് കോൺഗ്രസ് ഈ വിജയത്തിനിടയിലും ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങളെ കാണുന്നത്? പ്രതീഷ്. ഉന്മേഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF പ്രതീക്ഷിച്ചതിലധികം മുന്നേറ്റം ഉണ്ടാക്കിയെങ്കിലും തൃശൂരിലെയും ആലത്തൂരിലെയും തോൽവി പാർട്ടിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി തന്നെയാണ് വിലയിരുത്തുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 93,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥാനത്താണ് മൂന്നാം സ്ഥാനത്തേക്ക് ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥി പിന്തള്ളപ്പെട്ടിരിക്കുന്നത്. ഈ തോൽവിക്ക് പിന്നാലെ തന്നെ പാർട്ടിയിൽ ഒരു പൊട്ടിത്തെറി കൂടി ഉണ്ടായിരിക്കുന്നുണ്ട്. പരസ്യമായി തന്നെ നേതൃത്വത്തിനെതിരെ K മുരളീധരൻ രംഗത്ത് വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംഘടനാ സംവിധാനം തൃശൂരിൽ വേണ്ടത്ര ചലിപ്പിക്കാനായില്ലെന്ന ഒരു വിമർശനം, ഒരു ആരോപണം K മുരളീധരൻ ഉന്നയിക്കുന്നുണ്ട്. ജില്ലാ നേതൃത്വത്തോടും ഇക്കാര്യത്തിലുള്ള അതൃപ്തി K മുരളീധരൻ പരസ്യമാക്കുക കൂടി ചെയ്തിട്ടുണ്ട്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ വിജയിക്കുമെന്നും VS സുനിൽകുമാർ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നുമായിരുന്നു UDFന്റെ വിലയിരുത്തൽ. എന്നാൽ ആ വിലയിരുത്തൽ പാടെ തള്ളിക്കൊണ്ടാണ് മൂന്നാം സ്ഥാനത്തേക്ക് പോയത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 5 ലക്ഷത്തിനടുത്ത് വോട്ട് പിടിച്ച സ്ഥാനത്ത് ഇത്തവണ UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 3.25 ലക്ഷത്തിൽ താഴെ വോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ അത് വലിയ തിരിച്ചടിയായി പാർട്ടിക്ക് വരുന്നുണ്ട്. മറ്റൊന്ന്, BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ വഴിമരുന്നിട്ടത് UDF ആണ് എന്നുള്ള ഒരു ആക്ഷേപം കൂടി സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആക്ഷേപങ്ങളെ ഒപ്പം പാർട്ടിയിൽ നിന്നുള്ള പാർട്ടി നേതാക്കളുടെ തന്നെ ആരോപണങ്ങളെ എങ്ങനെ നേരിടുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ K സുധാകരനും കൃത്യമായൊരു മറുപടി പറയേണ്ടതുണ്ട്. മറ്റൊന്ന് ആലത്തൂരിലാണ്. ആലത്തൂരിൽ UDF ട്രെൻഡിനൊപ്പം ആലത്തൂരിൽ രമ്യ ഹരിദാസ് വിജയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നതാണ് പാർട്ടി കേന്ദ്രങ്ങളടക്കം പറയുന്നത്. പക്ഷേ ഈ ആലത്തൂരിൽ പാർട്ടി സംവിധാനങ്ങൾ പണിയെടുത്തെങ്കിലും ഈ സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചകൾ ഉണ്ടായി എന്ന് ജില്ലാ നേതൃത്വം അടക്കം കുറ്റപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളും പാർട്ടി ചർച്ച ചെയ്യപ്പെടും. വലിയ വിജയങ്ങളിൽ ആഹ്ലാദം ഉണ്ടാകുമ്പോൾ കൂടിയും ഈ തിരിച്ചടിയിൽ പാർട്ടി ഏതുതരം നടപടികൾ സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒരു തിരഞ്ഞെടുപ്പിലുമില്ല എന്ന് K മുരളീധരൻ പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ അതിനെ എങ്ങനെ നേരിടുമെന്നതാണ് പാർട്ടിയിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. K മുരളീധരനുമായി ഈ നേതാക്കൾ ചർച്ച നടത്തി ഒരു സമവായത്തിലേക്ക് എത്തുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട മുന്നണിക്കുള്ളിലും കോൺഗ്രസിലും ചർച്ചകൾ നടക്കും. K മുരളീധരനെ പാർട്ടിയുമായി ഇത്തരത്തിലുണ്ടായ ഒരു പരസ്യ വിമർശനങ്ങളൊക്കെ തന്നെ പറഞ്ഞു തീർക്കാനുള്ള ഒരു ശ്രമങ്ങളിൽ തന്നെയാണ് നിലവിൽ കോൺഗ്രസ് നേതൃത്വം ഉള്ളത്. ഒപ്പം ആലത്തൂരിലെ ഈ തോൽവിയിലും കൃത്യമായൊരു പരിശോധന നടത്തും എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ രണ്ട് തോൽവിയും പരിശോധിക്കുമെന്ന് കഴിഞ്ഞ ദിവസം KC വേണുഗോപാലും പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ വിജയത്തിന്റെ ആഹ്ലാദത്തിലാണ് UDF എങ്കിലും ഈ രണ്ട് മണ്ഡലങ്ങളിലെയും തിരിച്ചടികൾ പാർട്ടിയെ കൂടുതൽ ചിന്തിപ്പിക്കുക കൂടിയാണ് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. S ശ്രീകാന്തും ചേരുന്നു. BJPയുടെയും NDAയുടെയും വിലയിരുത്തലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകാൻ. ശ്രീകാന്ത്, കേരളത്തിൽ LDFന് ഒപ്പം തന്നെയുള്ള വിജയം NDAയും നേടിയിരിക്കുന്നു എന്ന അപൂർവത, അതിൽ തന്നെ തൃശൂരിൽ കോൺഗ്രസിനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളാൻ കഴിഞ്ഞു ഈ UDF തരംഗത്തിനിടയിലും എന്ന അധിക നേട്ടം, കൂടാതെ ഏതാണ്ട് 10ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്താൻ കഴിയുന്നു. ഈ BDJS ഒക്കെ ഉണ്ടാക്കുന്ന അസ്വാരസ്യങ്ങൾ മുന്നണിക്കകത്ത് ഇനി മുറുമുറുപ്പായി വരുമോ? കൂടാതെ BJP ഈ നേട്ടങ്ങളെയൊക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വേണു, BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിലെ, BJP മാത്രമല്ല NDAയും അവരുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് സംസ്ഥാനത്ത് കാഴ്ചവെച്ചത് എന്ന് നിസ്സംശയം പറയാം.
കാരണം ആദ്യമായി തൃശൂരിൽ സുരേഷ് ഗോപിയിലൂടെ ഒരു സീറ്റ് അവർ നേടിയെടുത്തിരിക്കുന്നു, അക്കൗണ്ട് തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ നേരിട്ടത് ചില്ലറക്കാരെയല്ല, മുൻപ് മന്ത്രിയായിരുന്ന വി എസ് സുനിൽകുമാറിനെയും തൃശൂരിന്റെ സ്വന്തം എന്ന് കരുതിയിരുന്ന വി എസ് സുനിൽകുമാറിനെയും തെരഞ്ഞെടുപ്പുകളിൽ എത്രയധികം തന്ത്രം പ്രയോഗിച്ച് ജയിക്കാൻ സാധിക്കുമോ അതിനെല്ലാം ശ്രമിക്കുന്ന കെ മുരളീധരനെയുമാണ് മുട്ടുകുത്തിച്ച്, അതും വൻ മാർജിനിൽ സുരേഷ് ഗോപി ജയിച്ചു കയറിയത്. അതിൽ സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവമുണ്ട്, സ്ത്രീകളുടെയും അതോടൊപ്പം യൂത്തിന്റെയും വോട്ടുണ്ട്, ഒപ്പം പാർട്ടി മിഷണറി ശക്തമായി വർക്ക് ചെയ്തു എന്നൊരു വിലയിരുത്തലും പാർട്ടിക്കുണ്ട്. രണ്ട്, അതൊരു വ്യക്തിപ്രഭാവം കൊണ്ടുള്ള വിജയമെന്ന് പറയുമ്പോഴും ഇനി അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിച്ചോട്ടെ എന്നാണ് BJP നേതൃത്വം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ആലപ്പുഴയിലും BJP നേടിയ വിജയം, BJP നേടിയ മുന്നേറ്റം, അതാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. തിരുവനന്തപുരത്ത് ശശി തരൂരിനെ ഏതാണ്ട് അവസാന ഘട്ടം വരെ വിറപ്പിച്ചു നിർത്താൻ രാജീവ് ചന്ദ്രശേഖരനായി അടുത്തിടെ വന്ന് തിരുവനന്തപുരത്തിന്റെ മനസ്സറിഞ്ഞ് അവിടെ 10, 40, 45 ദിവസം കൊണ്ട് കളം പിടിച്ചയാളാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിന് ശശി തരൂരിനെ വിറപ്പിക്കാനായി. മാത്രമല്ല, ആറ്റിങ്ങലിലേക്ക് വരികയാണെങ്കിൽ കരുത്തരായ 2 സ്ഥാനാർത്ഥികൾക്കെതിരെ വി മുരളീധരൻ വ്യക്തിപ്രഭാവമോ അങ്ങനെ ചൂണ്ടിക്കാട്ടുന്നതിന് വേണ്ടിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേകതയോ ഇല്ലാത്ത രാഷ്ട്രീയം മാത്രം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിച്ചയാളാണ് വി മുരളീധരൻ. ആ വി മുരളീധരന് മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചു. ആലപ്പുഴയിൽ എടുക്കുമ്പോൾ ശോഭാ സുരേന്ദ്രന്റെ മുന്നേറ്റവും